Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗോൾഡിലേക്ക് കിടക്കാം. ഗോൾഡ് നല്ലൊരു മാസീവായിട്ടുള്ള ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം ഓരോ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ അതിൽ എക്സാക്ട്ലി 4 hour FEGയിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിൽ എത്തുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള സെൽ റെസ്പോൺസ് കാണാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ തന്നെ ആ ലെവലിൽ പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം നല്ല അഗ്രസീവായിട്ടുള്ള ഫോളാണ് അവിടെ നിന്ന് നടന്നത്. അപ്പോൾ മൺഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ഈ ഒരു ഏരിയയിൽ ഒരു $64 $62 ഒരു ഗ്യാപ്പ് അപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പ്രൈസ് ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു ബയേഴ്സ് അത്ര സ്ട്രെങ്ത് ഇല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് അവിടെ നടന്നത്. അതിനുശേഷം ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഏരിയയിൽ നിന്നുള്ള മാസീവായിട്ടുള്ള ഡ്രോപ്സും കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, അത് ഇന്നലെ ഒരു 11:30 നമ്മളുടെ ഇന്ത്യൻ ടൈം രാത്രി 11:30 ആയപ്പോഴാണ് FOMC മീറ്റിങ്ങിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും വന്ന് ആ ന്യൂസ് വന്നപ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ഡ്രോപ്പ് ഉണ്ടായത്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസാണ് കൂടുതലെന്നും ഈ കാണുന്ന ഒരു ഏരിയയിൽ നിന്ന് ഡ്രോപ്പ് ആവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ അതുപോലെ തന്നെ ആ ഏരിയ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഫോൾ ആയത്. ആൻഡ് കഴിഞ്ഞ മൺഡേയിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ ഗ്യാപ്പ് അപ്പും പ്രൈസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഈ ലൈൻ നമുക്ക് നീട്ടി വരച്ചാൽ കാണാൻ പറ്റും. സോ ഈ ലൈൻ നമുക്ക് നീട്ടി വരച്ചാൽ കാണാൻ പറ്റും. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ വന്നിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയത് അല്ലേ. അതിനുശേഷം പ്രൈസ് റീട്രേസ് കിട്ടി. ഈ കാണുന്ന ലാസ്റ്റ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour ഒരു വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എക്സാക്ട് 50% മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഇവിടുന്ന് ഡ്രോപ്പ് ആയത്. സോ ഇനി നമുക്ക് അടുത്ത മാർക്കറ്റ് എങ്ങോട്ടൊക്കെ ഡയറക്റ്റ് പോകുന്നതൊക്കെ നോക്കാം. സോ ഈ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയ ഒരു 4 hour വിക്കോബിയാണ്. എത്രത്തോളം ആ റീട്രേസ് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി നിയറസ്റ്റ് ആയിട്ടുള്ള ഈ കാണുന്ന ഹൈ വരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ബൈ ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് നമുക്ക് നല്ലൊരു മേജർ സെൽ ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ലണ്ടൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ കാണുന്ന ഒരു സപ്ലൈ അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് സെല്ല് വെക്കാം. ആൻഡ് നമ്മളെ ലോങ് ടൈം സെൽ വ്യൂ എന്ന് പറയുന്നത് 3800 ലെവലിലാണ് നമ്മളെ ലോങ് ടൈം നമ്മുടെ സെൽ TP പറയുന്നത്. സോ അപ്പോൾ ഇനി വരുന്ന മാർക്കറ്റിൽ ഓരോ സെൽ പോയിന്റിൽ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫുൾ TPയിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് ഇപ്പോൾ ഗോൾഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് ബൈ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നതിൻ്റെ റിസ്കിൻ്റെ പകുതിയിൽ കുറവ് മാത്രം റിസ്ക് എടുക്കുക. കാരണം ബൈ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഭയങ്കര വീക്കായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ആൻഡ് ഈ കാണുന്ന 4100 ഒരു ഫസ്റ്റ് ഏരിയ ആൻഡ് 3999 ഓഫ് കോഴ്സ് 3800 ഈ ലെവൽസിലേക്കൊക്കെ പ്രൈസ് വന്ന് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മേജറായിട്ടുള്ള ബൈ ഇനി ഒരു 3800 to 3400 ലെവലിൽ മാത്രം നോക്കിയാൽ മതി. അവിടെ നിന്നായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽസ് ബൈസും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഏരിയാസ് കാര്യങ്ങളൊക്കെ അലേർട്ട് ഇട്ട് വയ്ക്കുക. അവിടെ വന്നതിന് ശേഷം ഒരു പ്രോപ്പർ ബൈ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് പിന്നെ ഒരു 6000 7000 റേഞ്ചിലേക്ക് റാലി കണ്ടിന്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും, എസ്പെഷ്യലി ഇൻ ഗോൾഡ്. ഓക്കെ, നമുക്കിനി EUR/USDയുടെ ചാർട്ട് അനലൈസ് ചെയ്യാം. സോ EUR/USD നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബെയറിഷ് മാർക്കറ്റ് ആണെന്നും ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നാൽ ഡെഫിനറ്റ്ലി നമുക്കൊന്ന് സെല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ആ ഏരിയയിലേക്ക് പ്രൈസ് വന്നു, നല്ല രീതിയിലൊരു ഫോള് വീണതായിട്ട് കാണാൻ പറ്റി. ആ FOMCയുടെ ഈ ന്യൂസ് എല്ലാ ഇൻസ്ട്രുമെൻറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ. സിമിലർ ഗോൾഡിൽ എന്താണ് നടന്നത് അത് തന്നെയാണ് EUR/USD നടന്നേക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ പ്രിഫർ ചെയ്യുന്നത്. 1.14 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് ഇറങ്ങുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. ഇനിയൊരു മേജറായിട്ടുള്ള സെൽ ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു 1.15 എന്ന് പറഞ്ഞൊരു ഏരിയ നല്ലൊരു സെൽ ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 1.15434 എന്നൊരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളൊരു ഏരിയ ആണ്. സോ ആ ഏരിയയിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് സെല്ല് ചെയ്യാം. കാരണം നല്ല രീതിയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ആൻഡ് അത് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് സെല്ല് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റും തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ EUR/USDയിലും കാണാൻ പറ്റുന്നത്. നേരത്തെ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ EUR/USDയിലും ബൈ ഭയങ്കര വീക്കാണ്. ബൈ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. മാക്സിമം ബൈ കിട്ടുന്നത് അവോയ്ഡ് ചെയ്യുക. സെല്ലിലേക്ക് എടുക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.